ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. തിരുവചന ഭാഗം നാം പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവപുത്രൻ എന്നുള്ള ഒരു പദപ്രയോഗം വിവിധ ഇടങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവപുത്രനെന്നും മനുഷ്യപുത്രനെന്നും രാജാവെന്നും ഒക്കെ യേശുക്രിസ്തുവിനെക്കുറിച്ച് ധാരാളം സൂചനകൾ ദൈവവചനത്തിൽ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഈ പദവികളൊക്കെ ആത്മീയമായും ദൈവവചനപരമായും ദൈവശാസ്ത്രപരമായും മനസ്സിലാക്കി നാം നമ്മുടെ വിശ്വാസ ജീവിതത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ ചില നിസ്സാരം സംഖ്യ ആളുകൾക്ക് അവയെക്കുറിച്ചുള്ള അറിവ് പരിമിതമാണ്. അവരെ ഓർത്ത് ആണ് ഞാൻ ഈ മെസ്സേജ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പുത്രത്വത്തിനെ വേണ്ട വിധം മനസ്സിലാക്കാതെ അവരുടെ വിശ്വാസ ജീവിതത്തിൽ പതറിപ്പോകാതെ ഇരിക്കുവാൻ ആണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ചെയ്യുന്നത്. പുത്രത്വം എന്നുള്ളത് ഇസ്രായേലിലെ പല ഇടപാടുകളിലും ദൈവം അവരോട് സംസാരിക്കുമ്പോൾ പുത്രൻ എന്നുള്ള പദം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു പ്രയോഗം ഇസ്രായേൽ ജനത്തിനെ മുഴുവനായും പുത്രൻ എന്ന ആ പദം കൊണ്ട് അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹോശേയ പ്രവചനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അത് കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. ഇസ്രായേൽ ബാബേലിലായിരുന്നപ്പോൾ ഞാൻ അവരെ സ്നേഹിച്ചു, മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു എന്ന് ഹോശേയ പ്രവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു എന്ന് അവിടെയും കാണുവാനായിട്ട്. അപ്പോൾ അത് ഇസ്രായേൽ ജനത്തിനെ മുഴുവനായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു വസ്തുത, ഇസ്രായേലിലെ രാജാക്കന്മാരെ കുറിച്ച് കാണുന്നുണ്ട്. അവരെയും ഈ ദൈവപുത്രന്മാർ എന്നുള്ള പ്രയോഗം കൊണ്ട് വിവരിച്ചിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് ശലോമോനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നൊരു വാക്യമാണ് ഇപ്പം ഞാനിവിടെ ഉദ്ധരിക്കുന്നത്. അത് 2 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഞാൻ അവന് പിതാവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ശലോമോന് പുത്രത്വം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ട് അല്ല, ഇസ്രായേലിലെ രാജാവെന്നുള്ള ആ പദവിക്ക് ദൈവം ഒരു പുത്രത്വം കൽപ്പിച്ചു കൊടുത്തതുകൊണ്ടാണ്. ഇസ്രായേൽ ജനത്തിന് അവർക്കൊരു പുത്രത്വം കൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് അവരെ അങ്ങനെ പുത്രന്മാർ അല്ലെങ്കിൽ മക്കൾ എന്ന് വിളിച്ചിരിക്കുന്നത്. ഇസ്രായേലിലെ ന്യായാധിപന്മാരെക്കുറിച്ചും ഈ പുത്രത്വം എടുത്തു പറയുന്നുണ്ട്. അത് നമ്മൾ 82-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിലാണ് അത് കാണുന്നത്. നിങ്ങൾ ദേവന്മാരാകുന്നുവെന്നും നിങ്ങളൊക്കെയും അത്യുന്നതിൻ്റെ പുത്രന്മാരെന്നും ഞാൻ പറഞ്ഞു. ഇത് കർത്താവായ യേശുക്രിസ്തു സുവിശേഷത്തിൽ ഉദ്ധരിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പുത്രന്മാർ, ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിലെ ന്യായാധിപന്മാരെ കുറിച്ചാകുന്നു എന്ന് വ്യക്തമാണ്. ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് യോബിൻ്റെ പുസ്തകത്തിൽ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവപുത്രന്മാർ യഹോവയുടെ മുമ്പാകെ നിൽപ്പാൻ ചെന്നു, സാത്താൻ അവരോടുകൂടെ ചെന്നു എന്നുള്ള പറയുന്ന ഭാഗത്ത് ദൈവപുത്രന്മാരെന്നുള്ളത് ദൂതന്മാരെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. ഇനിയും ദൈവമക്കളെക്കുറിച്ച് പുത്രന്മാർ
എന്ന് പറയുന്നുണ്ട്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ദൈവമക്കളെയും കുറിച്ച് പുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ പുത്ര എന്ന പദം സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ അഭിഷിക്ത ശുശ്രൂഷയായ ഇസ്രായേലിലെ അന്ത്യകാല രാജാവ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുവാൻ ഈ പുത്രന്മാരായിരിക്കുന്ന ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞ ഇസ്രായേലിലെ രാജാവ്, ആ രാജാവിനാണ് കൂടുതലായിട്ട് പുത്രത്വം നൽകി നാം ദൈവവചന ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ കാണേണ്ടത്. അവിടെ ഇസ്രായേലിൻ്റെ രാജാവ്, നമ്മുടെ രാജാവ്, സർവ്വരാജാക്കന്മാരുടെയും രാജാവ്, രാജാതിരാജാവ്, ആ രാജാവിനാണ് പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ കൂടുതൽ പ്രാധാന്യം പുത്രത്വം നൽകി കൊടുക്കേണ്ടത്. സലോമോനോട് പറയുമ്പോൾ ഞാൻ അവന് ദൈവം, അവൻ എനിക്ക് മകനുമായിരിക്കും എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തിന് ഞാൻ രാജാവായിരിക്കും, ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക് ഞാൻ രാജാവായിരിക്കും, സകല ഭൂമണ്ഡലത്തിലും ഞാൻ രാജാവായിരിക്കും, സകല അധികാരികളിലും ഞാൻ രാജാവായിരിക്കും എന്നുള്ള സന്ദേശമാണ് ദൈവം അവിടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ തിരുവചനപ്രകാരം നോക്കുമ്പോൾ ആ രാജത്വം എന്നുള്ളത് അവർക്ക് ദൈവത്തിൻ്റെ ഹിതമറിയുവാനും ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കുവാനും രാജാക്കന്മാർ ആവശ്യമായിരുന്നു. അത് ഈ പുത്രനായ രാജാവിൽ കൂടി ഇസ്രായേലിനോട് സംബന്ധിച്ച്, ഇനി നമ്മിൽ രാജാതിരാജാവും കർത്താതികർത്താവുമായ യേശുക്രിസ്തുവിൽ കൂടി ചെയ്യുമെന്നുള്ള ദൈവത്തിൻ്റെ വചനമാണ് അവിടെ നാം മനസ്സിലാക്കി പോകേണ്ടത്. അപ്പോൾ ദൈവവചനപരമായി അത് ആ നിലയിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 2-ാം സങ്കീർത്തനവും 89-ാം സങ്കീർത്തനവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദാവീദിൻ്റെ വേരിൽ നിന്നുള്ള രാജാവ്, അത് 2-ാം സങ്കീർത്തനത്തിൽ 89-ാം സങ്കീർത്തനത്തിൽ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ ദാവീദിൻ്റെ വേരിൽ നിന്ന് ഉള്ള രാജാവ് ഭൂരാജാക്കന്മാർക്ക് അധിപതിയായി, സകലത്തിൻ്റെയും അധിപതിയായി വാഴുന്ന ആ രാജാവ് യേശുക്രിസ്തുവാണെന്നും അപ്പോൾ തന്നെ ദാവീദ് രാജാവിനെയും കൂടെ സൂചിപ്പിക്കുവാൻ തക്കവണ്ണം ആ വചനഭാഗങ്ങളൊക്കെ നാം മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ആത്യന്തികമായി ആ പ്രവചന ഭാഗത്തുള്ള രാജാവ് വിരൽ ചൂണ്ടുന്നത് യേശുക്രിസ്തു എന്ന രാജാവിലേക്കാണ്. അപ്പോൾ പഴയ നിയമഭാഗത്ത് രാജാവെന്നുള്ള പ്രയോഗം കൊടുത്തിരിക്കുന്നത് ആ ഇസ്രായേലിൻ്റെ അഭിഷിക്ത ശുശ്രൂഷയായ അന്ത്യകാല രാജാവിൻ്റെ ഹിതം നിവർത്തിച്ചു പോകുവാനായിട്ടാണ് ആ പദവി കൊടുത്ത് നാം യേശുവിനെ രാജാവായിട്ട്, ദൈവപുത്രനായിട്ട് കാണുന്നത്. ദൈവപുത്രനായിട്ട് ആ ദൈവപുത്രൻ പിതാവിൻ്റെ ഹിതമൊക്കെ നമ്മെ അറിയിച്ചു തരും. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതൻ അവനെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അപ്പോൾ ഒരു മകന് മാത്രമേ തൻ്റെ പിതാവിൻ്റെ ഹിതവും അനിഷ്ടവും ശീലങ്ങളും എല്ലാം ആഗ്രഹങ്ങളും എല്ലാം വ്യക്തമായി മറ്റൊരാളോട് പ്രദർശിപ്പിച്ച് കാണിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ, വിവരിച്ച് കൽപ്പിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നാം ആരും കണ്ടിട്ടില്ലാത്ത ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പോൾ ആ കാണാത്ത ദൈവത്തെ നമുക്ക് വ്യക്തമാക്കി തന്നത് യേശുക്രിസ്തു എന്ന ദൈവപുത്രനാണ്. ആ നിലയിലാണ് ദൈവപുത്രൻ എന്ന പ്രയോഗം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അല്ലാതെ ഒരു ബയോളജിക്കൽ ലെവലിലല്ല ദൈവപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ ഐക്യതയിൽ അവർ ഒന്നാണെന്നും അവരുടെ ഹിതം ഒന്നാണെന്നും അവരുടെ പ്രവൃത്തികൾ ഒന്നാണെന്നും അറിയിക്കുവാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ട തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയാണ് യേശുക്രിസ്തു എന്ന് നാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുത്രൻ എന്ന സംജ്ഞ കൊണ്ട് യേശുക്രിസ്തുവിനെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യവും 89-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന അവൻ്റെ പുത്രത്വമൊക്കെ നാം തിരുവചനത്തിലേക്ക്, പുതിയ നിയമ ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ ആ പുത്രത്വത്തിനെ വളരെ വ്യക്തമായും യേശുക്രിസ്തുവിൽ നിക്ഷേപിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വളരെ വ്യക്തമായിട്ട് വിവരിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ ചിലത് സൂചിപ്പിക്കാം. ഒന്നാമത്തേത്, സ്നാന സമയത്ത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുക്കുവിൻ എന്ന് സ്നാനത്തിൻ്റെ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ശിഷ്യന്മാരൊക്കെ ഇരിക്കുമ്പോൾ യേശുക്രിസ്തു ചോദിച്ചു, ജനം എന്നെക്കുറിച്ച് എന്തു പറയുന്നു, ഞാൻ ആരാകുന്നു എന്ന് പറയുന്നു. അവർ പല അഭിപ്രായങ്ങളും പറഞ്ഞു. എലിയാവാകുന്നു, മോശയാകുന്നു, യെരമ്യാവാകുന്നു, അങ്ങനെ പല അഭിപ്രായങ്ങളും പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു, ഞാൻ ആരാകുന്നു എന്ന് പറയുന്നു ചോദിച്ചപ്പോൾ പത്രോസ് അവിടെ പറഞ്ഞൊരു ഉത്തരമുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന്. അപ്പോൾ അവിടെയും ശിഷ്യന്മാർ മനസ്സിലാക്കിയത് ദൈവത്തിൻ്റെ അവതാരമായ ക്രിസ്തുവിനെയാണ് ആ പുത്രത്വത്തിൽ കൂടി മനസ്സിലാക്കുവാനായിട്ട് ഇടയായത്. അപ്പോൾ ദൈവമായിരിക്കുന്നവൻ ഇവിടെ അവതരിച്ചു വന്നു. അതാണ് ആ പുത്രത്വം എന്നുള്ള ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ മറ്റൊരു സൈഡിൽ ഭൂതങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പുത്രൻ എന്ന് പറഞ്ഞ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവന് ഒരു ഭൂതക്രിസ്തുവിനോട് അടുത്ത് ചെന്നപ്പോൾ എനിക്കും നിനക്കും തമ്മിലെന്ത്, ദൈവപുത്ര നീ സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ വന്നുവോ എന്ന് ഭൂതങ്ങൾ ചോദിക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോഴും ദൈവപുത്രനെന്ന് വിളിച്ചുകൊണ്ടാണ് ഭൂതങ്ങളും, അപ്പോഴും ആ ഭൂതങ്ങളും മനസ്സിലാക്കി ഇവൻ ദൈവത്തിൻ്റെ അവതാരമാണ്, യേശു ദൈവത്തിൻ്റെ അവതാരമാണ് എന്ന് അവർക്കും മനസ്സിലായി. യേശു തന്നെ വെളിപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു തന്നെ വെളിപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് നാം വായിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശദീകരിച്ച ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? അപ്പോൾ യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ദൈവപുത്രനല്ല. യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു താൻ മനുഷ്യപുത്രനല്ല. ദൈവപുത്രനും മനുഷ്യപുത്രനും രണ്ട് പ്രയോഗങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ പുത്രത്വം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ മാർഗം നമുക്ക് പറഞ്ഞു തരുന്ന, ദൈവ വഴിയിൽ നമ്മളെ നയിക്കുന്ന രാജാവിനെ ഉദ്ദേശിച്ചാണ് ആ പുത്രത്വം എന്ന പദം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവൻ്റെ സ്നാനത്തെങ്കിൽ ശിഷ്യന്മാരവനോട് പറഞ്ഞു, അതുപോലെ തന്നെ ഭൂതങ്ങൾ അവനോട് പറയുന്നു. അവൻ്റെ പൂർവാസ്തിക്യം, അവിടെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നൊക്കെ പറയുന്ന ഭാഗത്ത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവിടെയും നമുക്ക് അവൻ്റെ പുരാതനത്വം സംബന്ധിച്ച് അവൻ പുത്രനാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ആ കന്യാജനനം അവിടെയും നമുക്ക് പുത്രത്വത്തിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ദൈവപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ അവതാരത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ
ഒരു മനുഷ്യനെ ഉദ്ദേശിച്ചല്ല ആ ദൈവപുത്രൻ എന്നുള്ള ആ പ്രയോഗം അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവൻ്റെ സ്നാനത്തിലാകട്ടെ, ശിഷ്യന്മാരുടെ മുമ്പിലാകട്ടെ, കന്യാജനനത്തിലാകട്ടെ, അവൻ്റെ പൂർവാസ്തിത്വത്തിലാകട്ടെ, സാത്താൻ പറയുന്നതാകട്ടെ, അതുപോലെ തന്നെ ഏത് നിലയിലാണെന്ന് പറഞ്ഞാലും ക്രിസ്തു ദൈവത്തിൻ്റെ അവതാരമാണ് എന്ന് സൂചിപ്പിക്കുന്ന ദൈവവചന ഭാഗങ്ങളാണ് ഈ പുത്രത്വം നൽകി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതല്ലാതെ ഒരു ബയോളജിക്കൽ ലെവലിലുള്ള മനുഷ്യനിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒരു സന്തതിയായിട്ടല്ല ദൈവത്തിൻ്റെ പുത്രനെ നാം കാണുന്നത്. പല ആളുകളും അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. ദൈവം കന്യാമറിയത്തിൽ ഒരു മനുഷ്യൻ സന്താനോൽപാദനത്തിനായിട്ട് വരുന്നത് പോലെ ദൈവം ഇടപെട്ടിട്ടാണ് യേശു ഉണ്ടായത്. അങ്ങനെയല്ല. ദൈവത്തിന് സകലവും സാധ്യം. അവന് ഒന്ന് കൽപ്പിച്ചാൽ മതി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കൊണ്ട് മറിയയിൽ ഉരുവായത് ദിവ്യപ്രജ അവൻ സകല മഹത്വത്തിന് സ്വർഗത്തിൽ വെടിഞ്ഞു വെച്ചിട്ട് ഒരു താഴ്ന്ന ശരീരത്തിലേക്ക് ഇറങ്ങി വരുവാൻ കഴിഞ്ഞുവെങ്കിൽ അത് നമ്മുടെ കർത്താവും രാജാതിരാജാവും സകലത്തിൻ്റെ അധികാരിയും സകലത്തിൻ്റെ സൃഷ്ടാവും സകലത്തിനെ ഭരിച്ചു നടത്തുന്ന ദൈവമാണ് എന്ന് നമ്മെ അറിയിക്കുവാനായിട്ടാണ് അവനെ ദൈവപുത്രൻ എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ എളിയ ചിന്ത നമ്മുടെ ആത്മീയ ജീവിതത്തിനെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ.